വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ആ കോമ്പറ്റീഷൻ്റെ കാര്യമാണ് പറയുന്നത്. സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് അമ്മയെ കൂടി പങ്കെടുപ്പിക്കാനായിട്ട് ഒരു ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതൊന്നും വേണ്ട മോളെ, അവർ പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുക്കട്ടെ, ഞാനിതിനെ പിന്നെ ഒരു ജോലിയായിട്ട് പോലും പാചകത്തെ ഞാൻ കാണുന്നില്ല, പിന്നെ എനിക്ക് മത്സരമായിട്ടൊന്നും കാണാൻ ഒക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അതല്ല അമ്മ കൂടി പങ്കെടുക്കണം, എന്നാലേ പറ്റുകയുള്ളൂ. പാചകത്തിൻ്റെ ഒരു വശവും അറിഞ്ഞുകൂടാത്തവർ എല്ലാവരും ഒക്കെ പങ്കെടുക്കുമ്പോൾ പാചകം അരച്ച് കലക്കി കുടിച്ച് അമ്മ പങ്കെടുത്തില്ലെങ്കിൽ എനിക്കൊരു വിഷമം, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത്രയേ ഉള്ളൂ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നുമല്ല, നിനക്ക് കുശുമ്പല്ലേ സത്യാമ്മയൊക്കെ പങ്കെടുക്കുമ്പോൾ നിൻ്റെ അമ്മ പങ്കെടുത്താൽ അവർക്ക് നേരെ നിന്ന് മത്സരിച്ച് ജയിക്കാനുള്ള ഒരിതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, പിന്നെ ഇപ്പോൾ അമ്മ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം നീയും ചോദിക്കുമ്പോൾ അതെന്താ, എനിക്ക് പങ്കെടുക്കാനായിട്ട് പാടില്ലേ, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കും, അമ്മായിയമ്മയും മരുമകളും കൂടി നേർക്ക് നേരുള്ള ഒരു മത്സരം, അതൊക്കെ പത്രങ്ങളിൽ വാർത്തയൊക്കെ ആവും എന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാനായിട്ട് തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ സമ്മതിക്കുന്നില്ല. ശാരദാമ്മ പറയുന്നുണ്ട് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എത്രയൊക്കെ വന്നിട്ടും അവർ പഠിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്തെല്ലാം ജോലികൾ അവർ ചെയ്തു, പിന്നെ ഇങ്ങനെ വീടൊക്കെ നഷ്ടമായിട്ടും പലഹാരം കച്ചവടം വിൽക്കുന്നത് വരെ ചെയ്തു. അതായത് വിഷ്ണുവേട്ടനല്ല ചെലവിന് കൊടുക്കുന്നത്, അവരാണ് അവിടെ ചെലവിന് കൊടുക്കുന്നത് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് തൻ്റെ ഇടമാണ് അവരുടെ എന്നിങ്ങനെ പറയുമ്പോൾ അവരെന്തോ ചെയ്യട്ടെ എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ശാലിനി പിടിച്ചു നിർത്തുകയാണ്. അമ്മയ്ക്കറിയാമോ, വിഷ്ണുവേട്ടൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യാമ്മ ഇതിൽ പങ്കെടുക്കുന്നത്, ആ ഒരു തുക കൊണ്ട് ചികിത്സിക്കാനായിട്ട് വിഷ്ണുവേട്ടനെ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ആരോടും പറയാതെ ഇതെല്ലാം നടത്തിയെടുക്കണം എന്നുള്ളൊരു വാശി, തൻ്റെ ഇടം, അവരുടെ ഈഗോയാണ്. അവരുടെ ഇപ്പോൾ പിന്നെ എന്നോടോ വിഷ്ണുവേട്ടനോടോ പറഞ്ഞാൽ എന്താ ഇപ്പോൾ കുഴപ്പം, ഞങ്ങൾ പണം ചിലവാക്കുന്നതിൽ മകനും മരുമകളും ഒക്കെയല്ലേ, അപ്പോൾ പിന്നെ അവരുടെ വാശി ജയിക്കണം, അതുകൊണ്ട് തന്നെയാണ് അമ്മ പങ്കെടുക്കണമെന്ന് ഞാൻ പറയുന്നത്, എന്നാൽ എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് അവർ ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന സ്ത്രീ ആയതുകൊണ്ടാണ്. പിന്നെ എല്ലാവരെയും ഭരിച്ചിരുന്നവരല്ലേ, പഞ്ചായത്ത് സഭ വരെ അവരുടെ വീട്ടിലല്ലേ കൂടിയിരിക്കുന്നത്, അപ്പോൾ അവർക്ക് അതൊരു അംഗീകരിച്ച് തരാനുള്ള മടി കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ അവർ സ്വയമായിട്ട് വരുത്തി വെച്ചതല്ലേ, ഈ ഒരു ബിസിനസ് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, അന്ന് എന്നോട് ഒരു വാക്ക് ആലോചിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ സമ്മതിക്കില്ലായിരുന്നു, ഈ ഗതി അവർക്ക് വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴും അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, അവർ പങ്കെടുക്കുകയോ മത്സരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ മോളെ, നമുക്കതിൽ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോഴും ശാലിനി അങ്ങ് തടതട്ടാൻ നിൽക്കുകയാണ്. അതൊന്നും പറ്റില്ല, അമ്മ പങ്കെടുക്കുക തന്നെ വേണം, ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അമ്മ ഇതിൽ പങ്കെടുക്കുന്നു, മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യും. അമ്മ പങ്കെടുത്താൽ അവർ പിന്നെ ജയിക്കില്ല, അമ്മയെ ജയിക്കത്തുള്ളൂ, അപ്പോൾ പിന്നെ അവർക്ക് പൈസ കിട്ടില്ല, പിന്നെ ചെലവിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ മക്കൾ നോക്കിക്കോളാം. വിഷ്ണുവേട്ടൻ്റെ അച്ഛന് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ പോലെയല്ലേ, അച്ഛനേക്കാൾ സ്നേഹമല്ലേ എനിക്ക് അങ്ങനെ തന്നെയാണ് അച്ഛനോട്, മോളെ എന്നെ തികച്ചു വിളിക്കില്ല എന്ന് രാഘവന്നാരെ കുറിച്ച് പറയുമ്പോൾ ശാലിനിക്ക് വിഷമം വരുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നു, ഇത് കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഓർഡറാണ്, അമ്മ പങ്കെടുത്തേ പറ്റൂ എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ തറുതട്ടനെ നിൽക്കുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ അവിടെ അത് സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഭാമയും രാഘവന്നാരും ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അന്നേരം പൊന്നി ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദാ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് പൊന്നിയും ശാന്തയും കൂടി ചായയും പലഹാരവും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതേസമയം ഇത് കഴിച്ച് നോക്ക് രാഘവേട്ട എന്ന് പറയുമ്പോൾ രാഘവന്നാരെ അതിനടുത്ത് കഴിച്ചിട്ട് കുറച്ചുകൂടി മൂക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഒന്നിരുന്ന് കഴിഞ്ഞാൽ ശരിയാകും എന്നിങ്ങനെ ശാന്ത പറയുന്നുണ്ട്. അന്നേരം പാക്കറ്റിലേക്ക് ആക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 100 വരുന്നുണ്ട്. അന്നേരം നല്ല സമയത്താണല്ലോ ഞാൻ വന്നതെന്നും പറഞ്ഞ് അതിൽ നിന്ന് 100 എടുത്ത് കഴിക്കുന്നുണ്ട്. അന്നേരം ഭാമ 100നും കൂടി ചായ എടുക്കാൻ പറയുമ്പോൾ ഞാനിപ്പോൾ സ്നാക്സ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ, ഹെവി ആയിട്ടാണ് കുറച്ച് കഴിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് 100 ആണെങ്കിൽ കൊണ്ടുവന്ന ബാഗിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് സത്യഭാമയ്ക്ക് നേരെ നീട്ടുകയാണ്. ഇത് 25,000 രൂപയുണ്ട്, നേരത്തെ നമ്മൾ ഓഫീസിൻ്റെ ഓർഡർ കൊടുത്തിരുന്നില്ല, അവരുടെ ബാലൻസ് പൈസയാണെന്ന് പറയുകയാണ്. അന്നേരം അത് ഭാമ ഇങ്ങനെ സന്തോഷത്തോടെ വാങ്ങിയിട്ട് രാഘവനാരുടെ നേരെ നീട്ടുകയാണ്. നമുക്ക് ഇത്രയും വലിയൊരു തുക ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്പോൾ ഇത് വാങ്ങാനുള്ള അർഹത, കൈപ്പറ്റേണ്ട അർഹതയും രാഘവേട്ടൻ തന്നെയാണ്, വാങ്ങുമെന്ന് പറയുമ്പോൾ ഭാമയെന്ന് വിളിക്കുകയാണ്. അന്നേരം വാങ്ങ രാഘവേട്ട എന്ന് പറയുമ്പോൾ രാഘവൻ ഇത് വാങ്ങുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പറയുന്നുണ്ട്, പിന്നെ അപ്പോൾ ഇത് രാശിയുള്ള വീട് തന്നെയാണ് അല്ലേ എന്നിങ്ങനെ ആദ്യം പറയുന്നുണ്ട്. അന്നേരം പരിശുദ്ധം കറിമസാലയുടെ പ്രൈസ് മണി 10 ലക്ഷമാണ്, നമ്മൾ ശ്രമിച്ചാൽ അതും കൂടി ഇങ്ങ് പോരും എന്ന് പറഞ്ഞാണ് 100 കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ ഇത് രാശിയുള്ള വീട് തന്നെയാണ് അല്ലേ, അത് ഇവിടെ വന്നതിന് ശേഷമാണ്, നിങ്ങളൊക്കെ പറഞ്ഞപ്പോഴും കുറച്ച് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായതെന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം എൻ്റെ വാപ്പയ്ക്ക് ലോറി ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നതിന് മുന്നേ ഞങ്ങളൊരു വാടക
വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് ഉപ്പാപ്പ ഞങ്ങളെ ഇങ്ങോട്ടത്തേക്ക് വിളിച്ചത്. അതിനുശേഷമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കും തോന്നി എന്നിങ്ങനെ സത്യഭാമയും പറയുകയാണ്. അന്നേരം ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെടും അല്ലേ എന്നിങ്ങനെ ഭാമയും രാഘവൻ ചോദിക്കുകയാണ്. അന്നേരം ആ നഷ്ടപ്പെട്ട വീട് തന്നെ ഇവിടെ നിന്നുകൊണ്ട് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും എന്നിങ്ങനെ നൂറ് പറയുമ്പോൾ മോള് പറഞ്ഞ സത്യമാണോ, എങ്കിലും മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ, അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേൾക്കാനൊരു സുഖമുണ്ട് എന്നിങ്ങനെ രാഘവൻ നായർക്ക് ഒരു സന്തോഷം അത് കേൾക്കുമ്പോൾ. തുടർന്ന് ഇനി ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് നൂറ് പറയുന്നുണ്ട്. സുസ്മിത എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എല്ലാവരുടെയും മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. തുടർന്ന് മല്ലിക എന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയാണെങ്കിൽ ബഹളത്തിന് വരുന്നതാണ്, അവൾ മത്സരിക്കാനൊന്നും വരുന്നതല്ല എന്നിങ്ങനെ ഭാമ പറഞ്ഞിട്ട് ഒരാൾ കൂടി ഉണ്ടല്ലോ, അതാരാ എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് നൂറ് പറയുന്നുണ്ട്. കുടുംബശ്രീ ശാരദാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയുടെയും ശാന്തയുടെ എല്ലാവരുടെയൊക്കെ മുഖം അങ്ങോട്ട് മാറുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ അത് നമ്മളതൊന്നും നോക്കണ്ട, നമ്മുടേതായ കഴിവ് അവിടെ പ്രകടിപ്പിക്കുക, അതനുസരിച്ച് നമ്മൾ പരിശ്രമിക്കുക, എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ കുടുംബശ്രീ ശാരദയോ, അപ്പോൾ ശാരദ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്നെ തോൽപ്പിക്കാനായിട്ട് എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരമാണ് നൂറിങ്ങനെയൊക്കെ പറയുന്നത്. ശാന്തയും പറയുന്നുണ്ട്, ശാരദാമ്മ ചെയ്യുന്നതിനപ്പുറം നമുക്ക് ചെയ്യാം, നമ്മളെല്ലാവരും ഒരേ കളരിയല്ലേ എന്നിങ്ങനെ നമുക്കും പരിശ്രമിക്കാമെന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ രാഘവൻ നായർ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ശാരദാമ്മയെ പങ്കെടുപ്പിക്കാതിരിക്കാൻ നോക്കുക, പങ്കെടുത്താൽ ശാരദാമ്മയെ ജയിക്കത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ വെച്ച പൈസ എടുത്തുകൊണ്ട് രാഘവൻ നായർ അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് ആകപ്പാടെ ഒരു വിഷമവും ദേഷ്യമൊക്കെയാണ് ശാരദാമ്മ പങ്കെടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ. തുടർന്ന് പിന്നെ നൂറ് പറയുന്നുണ്ട്, ഇവിടെ പ്രവചനമല്ല പ്രകടനമാണ് വേണ്ടത്, നമ്മൾ ഒത്തു ശ്രമിച്ചാലും നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും, വേറൊന്നും കാര്യമാക്കണ്ട എന്നിങ്ങനെ നൂറും പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ ശ്യാമയാണെങ്കിൽ അവിടെ സത്യഭാമയുടെ ആ പഴയ വീട്ടിൽ പിന്നെ പപ്പിമോൾക്കാണെങ്കിൽ ഡാൻസ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൊബൈലിൽ പാട്ടിട്ടിട്ട് രണ്ടുപേരും കൂടി തകർത്തങ്ങോട്ട് കളിക്കുകയാണ്. ശ്യാമ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ പപ്പിയും കളിക്കുകയാണ്. അന്നേരം സ്കൂളിൽ എന്തോ ഒരു കോമ്പറ്റീഷനും ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ശ്യാമ. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് രോഹിത് വരുന്നുണ്ട്. അന്നേരം എന്താ ഇവിടെ ബഹളം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് സ്കൂളിൽ ഡാൻസ് കോമ്പറ്റീഷനുണ്ട്, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുള്ളത്. അതിനു മുമ്പേ ശ്യാമ പഠിപ്പിക്കുമ്പോൾ പപ്പി പറയുന്നുണ്ട്, ടീച്ചർ എന്നെ ഇങ്ങനെയല്ല അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ വന്നതായോ കുറ്റം, ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുമെന്ന് പറഞ്ഞ് ശ്യാമ ആകെ നിന്ന് കളിക്കുന്ന ദേഷ്യം കൊണ്ട് കണ്ടിട്ടാണ് രോഹിത് അങ്ങോട്ടത്തേക്ക് വരുന്നത്. അന്നേരം പപ്പി ഇങ്ങനെ പറയുന്നുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. അന്നേരം ഇവിടെ ഡാൻസും കൂത്തും ബഹളം ഒന്നും വേണ്ട, ശബ്ദം കേൾക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല, ഒന്നും വേണ്ട, ആരും ഒന്നിലും പങ്കെടുക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ സത്യമുണ്ട് ഡാൻസിന്, ഞാനും കൂടി നന്നായി പ്രാക്ടീസ് ചെയ്യാലേ കളിക്കാൻ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് രോഹിത് അങ്ങോട്ട് ചാടി കടിക്കുകയാണ്. അന്നേരം എന്നു മുതലാണ് എൻ്റെ മോളെയും കാണാനായിട്ട് ഇഷ്ടമില്ലാതായത് രോഹിത്തിന് എന്ന് പറയുമ്പോൾ, നീ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ്, പിന്നെ ഇപ്പോൾ എന്നെ കൂടെ നിർത്തിയിരിക്കുന്ന എൻ്റെ ചില ലക്ഷ്യങ്ങളുണ്ട്, അത് സാധീകരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നിങ്ങനെ പറയുമ്പോൾ, അതങ്ങനെയാണല്ലോ, അല്ലെങ്കിലും അറിയാം നിങ്ങളുടെ ഒരിതിലും ഞാനോ എൻ്റെ മോളോ ഇല്ല, നിങ്ങൾക്ക് വേറെ പലരും ആണല്ലോ, അവരൊക്കെ കീ കൊടുത്ത് ആടുന്നതനുസരിച്ച് പാവയെ പോലെയല്ലേ നിങ്ങൾ, പിന്നെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നാശത്തിലേക്കാണ് നിങ്ങളുടെ ഈ പോക്ക് പോകുന്നത്, പിന്നെ അവർ നശിപ്പിക്കുകയോ ചെയ്യത്തുള്ളൂ, അത് കഴിഞ്ഞ് എല്ലാവരും കൂടി പോകാം, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ഉപഗ്രഹങ്ങൾ ആരും നിങ്ങൾക്കൊരു വീഴ്ച വരുമ്പോൾ കാണില്ല, അന്ന് ഞാനും എൻ്റെ ഈ മോളും മാത്രമേ കാണുകയുള്ളൂ, അവരെല്ലാവരും കൂടി നിങ്ങളെ കൊന്ന് ആ തുളസിത്തറയിൽ ഒരു തുളസിയും വെച്ച ശേഷം അങ്ങ് പോവും, ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുമ്പോൾ പിന്നെ ശ്യാമയെ അടിക്കാനായിട്ട് രോഹിത് ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവിടെ താഴെ ചന്ദ്രബോസ് വരുന്ന കാറിൻ്റെ ഹോൺ കേൾക്കുന്നുണ്ട്. അന്നേരം രോഹിത് ശ്രദ്ധിക്കുകയാണ്. അന്നേരം വന്നിട്ടുണ്ട്, ചെല്ല് രക്ഷകൻ എത്തിക്കഴിഞ്ഞു, ചെല്ല് അങ്ങോട്ടത്തേക്ക്, അവർക്ക് ചെന്ന് തല വെച്ച് കൊടുക്കുക, അവർ നിന്നങ്ങോട്ട് ആടട്ടെ നിങ്ങളുടെ തലയ്ക്ക് മീതെ എന്നൊക്കെ ഇങ്ങനെ ശ്യാമയങ്ങ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ രോഹിത്തെ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് താഴെ വിളിക്കുന്നുണ്ട്. അന്നേരവും ഈ രോഹിത്തിന് ആകെ ശ്യാമയുടെ ദേഷ്യമാണ്. മര്യാദയ്ക്ക് അടങ്ങി ഒഴുകി നിന്നോണമെന്നും പറഞ്ഞ് ഈ ശ്യാമയുടെ മുടിക്ക് അങ്ങോട്ട് കുത്തിപ്പിടിക്കുന്നുണ്ട്. ഞാനിവിടെ പറയുന്നതനുസരിച്ച് നിന്നോണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും പുറത്താക്കി കളയും എന്നൊക്കെ പറഞ്ഞ് ശ്യാമയ്ക്ക് നന്നായിട്ട് മുടി വേദനിക്കുന്നുണ്ട്. അന്നേരം വിട് അച്ഛാ വിട്, ഞാൻ ഡാൻസ് ഒന്നും കളിക്കില്ല, അമ്മയെ വിട് എന്നൊക്കെ പറഞ്ഞ് പപ്പി ആ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അന്നേരവും രോഹിത് അങ്ങ് മുറുകെ പിടിക്കുകയാണ് കൈ. അന്നേരം ഇത് കണ്ടുകൊണ്ട് ചന്ദ്രബോസ് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഒരുവിധം ശ്യാമ അങ്ങോട്ട് കൈ പിടിയിക്കുന്നുണ്ട്. അന്നേരം എന്താടാ ഇത് എന്നും പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ഈ ചന്ദ്രബോസ് അങ്ങോട്ടത്തെ വന്ന് നിൽക്കുകയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ ചന്ദ്രബോസിനെ നോക്കിയിട്ട് വാ മോളെ എന്നും പറഞ്ഞ് കുട്ടിയും വിളിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം എന്താടാ നിനക്ക് എപ്പോഴും ഇതിന് തന്നെയാണോ സമയം ചോദിക്കുമ്പോൾ പിന്നെ ഒന്നും അധികമാകരുത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചില നേരത്ത് ഇവരുടെയൊക്കെ വായിരിക്കുന്ന കേട്ടാൽ നിയന്ത്രണം വിട്ടുപോകും എന്ന് പറയുകയാണ്. അന്നേരം അതാണ് പറഞ്ഞത്, ഒന്നും അധികമാകരുതെന്ന്, നിൻ്റെ ശ്രദ്ധ അങ്ങനെ തന്നെയാണ്, മദ്യപിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ
ശ്രദ്ധ മുഴുവൻ അതിലേക്കായിരിക്കും. വഴക്ക് കൂടാനാണെങ്കിൽ ഇട്ട വെളുക്കെ നീ ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കും, സ്വയം ഇങ്ങനെ നശിച്ചിട്ട് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രോഹിത് ആകെ നിന്ന് രക്ഷപ്പെടുകയാണ്. അന്നേരം ചന്ദ്രബോസ് കസേരയൊക്കെ നീക്കിയിട്ട് അങ്ങോട്ടത്തേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഈ കുടിൽ വ്യവസായം പോലെ നടത്തുന്ന ഈ ഒരു ബിസിനസ് ഉണ്ടല്ലോ, അത് ഒരു പിന്നെ ആര് വിചാരിച്ചാലും ഒരൊറ്റ ഫോൺ കോൾ മതി നിന്നെ അങ്ങോട്ട് പോലീസ് പിടിക്കാനായിട്ട്. എക്സൈസ് എല്ലാവരും നമ്മുടെ നേരെ തന്നെയാണ്. നിൻ്റെ കൂടെ കഴിയുന്ന ശ്യാമയുണ്ടല്ലോ, നിൻ്റെ ഭാര്യയുടെ ഒരൊറ്റ ഫോൺ കോൾ മതി നീ അകത്ത് പോകാനായിട്ട് എന്ന് പറയുമ്പോൾ അതിന് ഞാനെന്ന് പറഞ്ഞിട്ട് രോഹിത് നിൽക്കുകയാണ്. അന്നേരം ആരെയും കൂടുതൽ വെറുപ്പിക്കരുത്, അല്ലാതെ തന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകണം. ഇനി ഇതൊന്നും അധികമാകരുത്. ഈ ഒരു പ്രായം കഴിഞ്ഞാൽ ഊന്നുവടിയുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് നടക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനു മുമ്പ് വല്ലതും ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ നിൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ശാലിനി ആണെങ്കിൽ തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രോഹിത് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ കാറിൽ വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്കൊക്കെ. തുടർന്ന് പറയുന്നുണ്ട്, ഈ പെണ്ണുങ്ങൾക്കാണെങ്കിൽ അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾക്കെതിരെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരൊറ്റ ഫോൺ കോൾ മതി, നിന്നെ എന്തെങ്കിലും സംശയം തോന്നിയാൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയൊക്കെ കണ്ണ് നമ്മുടെ നേരെ ഉണ്ട്. പിന്നെ നീ ഇവിടെ നടത്തുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ആരെങ്കിലും ഒറ്റ കൊടുത്താൽ നീ അകത്ത് പോകും. ഏത് വിധേന അവർ നിന്നെ കൊടുക്കാനായിട്ടാണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ചെറിയൊരു ബിസിനസ്, ചെറിയൊരു ഓർഡർ കിട്ടിയതാണ്, ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ബിസിനസ്സുകാരൊക്കെ അങ്ങ് പോകുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ കുറേ ബേസ്ബോർഡ് വെട്ടിയിൽ കുപ്പിയൊക്കെ ആണെന്ന് തോന്നുന്നു നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. അന്നേരം പറയണം, കുറച്ച് നാളത്തേക്ക് ഈ ഒരു ബിസിനസ് ഇവിടെ വേണ്ട, ഇതെല്ലാം പറക്കി മാറ്റിക്കൊള്ളണം, ആർക്കും ഒരു സംശയം തോന്നരുത്. പിന്നെ പലരും പല അറിഞ്ഞുകൂടാത്ത നമ്പറിൽ നിന്നൊക്കെ നിന്നെ വിളിക്കും, ഒരു ഫോൺ കോൾ പോലും എടുക്കരുത്. പോലീസോ എക്സൈസോ തന്നെ ആയിരിക്കും, എക്സൈസോ ഒക്കെ തന്നെ ആയിരിക്കും, എങ്ങനെയും പിടി വീഴ്ത്താനായിരിക്കും അവർ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇത് ഞാൻ പറയുന്നത്, നീ എങ്ങാനും പിടിക്കപ്പെട്ടു പോയാൽ പിന്നാലെ വാല് പോലെ നമ്മളെല്ലാവരും അകത്ത് പോകും, പിന്നെ ചെയ്തതൊക്കെ വെറുതെ ആകും, അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിലായോ എന്നൊക്കെ ഒരുപാട് തവണ ഈ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അവസാനം രോഹിത് സമ്മതിക്കുന്നുണ്ട്. അന്നേരം ഇതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം മതി വേറെ എന്ത് പണിയും ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറെ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരെയും കൂടെ നിർത്തണം എന്നൊക്കെ ചന്ദ്രബോസ് ഈ രോഹിത്തിനോട് പറയുന്നുണ്ട്. അതേസമയം വിഷ്ണു ആണെങ്കിൽ സുബൈർക്ക പറഞ്ഞതനുസരിച്ച് ബാങ്കിൽ ചെല്ലുന്നുണ്ട്. അന്നേരം വിഷ്ണു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ സുധീഷ് മേനൻ സിറ്റി ബാങ്കിലെ പിന്നെ മാനേജർ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം പറയുമ്പോൾ മാഡത്തിൻ്റെ ഹസ്ബൻഡ് വിഷ്ണു എന്നിങ്ങനെ പറഞ്ഞിട്ട്, സോറി മാഡം, വിഷ്ണു സാറ് ഒരു ഓട്ടോറിക്ഷയുടെ ലോണിന് വേണ്ടിയിട്ട് ഇവിടെ ബാങ്കിൽ വന്നിട്ടുണ്ട്, വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആദ്യം ഒന്ന് ഷോക്കാവുന്നുണ്ട്. ശാലിനി സംഭവം അറിഞ്ഞില്ലല്ലോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ നിങ്ങളെന്ത് പറഞ്ഞു, കാര്യങ്ങൾ എന്തായി, വിഷ്ണുട്ടൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു പോകുന്ന കാര്യം, അതിൻ്റെ കാര്യം എന്തായും ചോദിക്കുമ്പോൾ മാഡത്തിൻ്റെ റെക്കമെൻഡേഷനിലാണെങ്കിൽ ഒരു കാറിനുള്ള പണം കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് പറയുകയാണ്, അത് വേണ്ട, വിഷ്ണുട്ടൻ എന്താണോ ചോദിച്ചത് അത് മാത്രം നടത്തി കൊടുത്താൽ മതി എന്ന് പറയുകയാണ്. അന്നേരം താങ്ക് യു മാഡം, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിനും സഹകരിച്ചതിനും നന്ദി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് ആകപ്പാടെ വിഷമാവുന്നുണ്ട്. ചില കാര്യങ്ങളിൽ വിഷ്ണുവേട്ടൻ എന്നോട് അപകർഷതാബോധമുണ്ട്, വിഷ്ണുവേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചിന്തിച്ചെടുക്കും എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. വിഷ്ണുവേട്ടൻ്റെ ഇഷ്ടങ്ങൾ കഴിഞ്ഞല്ലേ എനിക്ക് എന്തും ഉള്ളൂ, എൻ്റെ ജോലിയും എൻ്റെ കാര്യങ്ങളും എന്തും ഉള്ളൂ. പക്ഷേ അതെന്താ വിഷ്ണുവേട്ടൻ മനസ്സിലാക്കാത്തത്, വിഷ്ണുവേട്ടനെ കഴിഞ്ഞ് എനിക്ക് എന്തും ഉള്ളൂ എന്നൊക്കെ ശാലിനി ഇങ്ങനെ മനസ്സിൽ സങ്കടപ്പെടുകയാണ്. വിഷ്ണു താനറിയാതെ ഓട്ടോയുടെ ഒരു ലോണിന് വേണ്ടി പോയതിലും അതിലൊക്കെ. പക്ഷേ വിഷ്ണു എന്ത് ജോലി ചെയ്യുന്നതിനോടും ശാലിനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ തന്നോട് പറയാതെ പോകുന്നതിലൊക്കെ ശാലിനിക്കൊരു ചെറിയൊരു പിന്നെ വിഷമം അവിടെ തോന്നുകയാണ്. ഇതേ സമയം നസീറും കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു ഓപ്പൺ ബൈക്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ നൂറ് നിൽക്കുന്ന കാണുന്നുണ്ട്. അന്നേരമാണെങ്കിൽ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോളേജിൽ പോകാനായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. നസീർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. കൂട്ടുകാരുമൊക്കെ ഇറങ്ങുന്നുണ്ട്. അന്നേരമായിട്ട് എന്താ നിൻ്റെ വണ്ടി എടുത്തില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുകയാണ്. അന്നേരം എന്നാൽ നീ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇക്കാക്ക പൊയ്ക്കോ, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം എന്ന് പറയുകയാണ്. അന്നേരം അതെന്തിനാണ് ബസ്സിൽ പോണത്, ഞാൻ നിൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത്, കൊണ്ടുവിടാമെന്ന് പറയുകയാണ്. അന്നേരം അതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട് എന്നിങ്ങനെ പെട്ടെന്ന് നൂറ് പറയുകയാണ്. അന്നേരം അതാണ് കാര്യം, ഏതാടി നിൻ്റെ ഫ്രണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഇക്കാക്കയ്ക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് അങ്ങ് കോളേജിൽ വന്നോളും, തൽക്കാലം വണ്ടി കയറുമെന്ന് പറയുമ്പോൾ നൂറിങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഈ നസീർ ദേഷ്യപ്പെടുന്നുണ്ട്, കയറി വണ്ടിയിലെന്ന് പറയുമ്പോൾ നൂറ് പിന്നെ ഒന്നും ആലോചിക്കാതെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. കൂട്ടുകാരെല്ലാവരും കയറുകയാണ്. തുടർന്ന് ഈ നസീർ വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു ബൈക്കിലൊരു പയ്യനിങ്ങനെ വന്നിട്ട് ഈ ജീപ്പിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അന്നേരം നൂറ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, നസീർ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്.
അപ്പോൾ ഈ നൂറ് ചിലപ്പോൾ ഈ പയ്യനെ ആയിരിക്കാം ഫ്രണ്ടെന്നും പറഞ്ഞ് കാത്തു നിന്നത്. അവിടെ ഇനി എന്ത് പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി രോഹിത്തിനും എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, ശാലിനി ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെയാണ്. ചന്ദ്രബോസ് പറഞ്ഞിട്ടുണ്ട്, ഈ പെണ്ണുങ്ങൾ ശാലിനി തിരിച്ച് ജോയിൻ ചെയ്തല്ലോ, അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് അധികാരം തിരിച്ചു കിട്ടിയാൽ അവർക്ക് പിന്നെ ശത്രുക്കളുടെ പുക കണ്ടേ അടങ്ങൂ, അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഈ രോഹിത്തിൻ്റെ മനസ്സിലിരിക്കുകയാണ്. അതൊക്കെ എന്താകുമെന്നുള്ളത് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.